കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തിന് ജപ്തി ഭീഷണി. ബാളിയൂർ മീഞ്ച സ്വദേശി തീർത്ഥയുടെ വീട്ടിലാണ് കേരള ഗ്രാമീൺ ബാങ്ക് നോട്ടീസ് പതിപ്പിച്ചത്. ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ച വിവരം 24 പുറത്തുവിട്ടതോടെ മഞ്ചേശ്വരം MLA AK അഷ്റഫ് തീർത്ഥയുടെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്തു. ഒരാഴ്ചയ്ക്കകം ബാങ്കിൽ നിന്ന് ആധാരം തിരിച്ചു നൽകുമെന്ന് MLA ഉറപ്പു നൽകി. ചികിത്സാ ചെലവിന് പോലും പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതയുടെ കുടുംബത്തോടായിരുന്നു ബാങ്കിന്റെ ക്രൂരമായ നടപടി. 2014 എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയത് ചൂണ്ടിക്കാട്ടിയാണ് കേരള ഗ്രാമീൺ ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ചത്. തീർത്ഥയുടെ ചികിത്സയ്ക്കായി മിയാപ്പത്തിലെ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ശാഖയിൽ നിന്ന് കുടുംബം 2.5 ലക്ഷം രൂപ വായ്പയെടുത്തത്. 2019 വരെ വായ്പ തിരിച്ചടച്ചെങ്കിലും കോവിഡ് കാലഘട്ടത്തിൽ അടവ് മുടങ്ങി. കുട്ടിയുടെ ചികിത്സയ്ക്കും പണമില്ലാതായി. പലിശയും കൂട്ടുപലിശയും ചേർത്ത് 5 ലക്ഷം രൂപ ബാങ്ക് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എൻഡോസൾഫാൻ ദുരിതബാധിതയായ തീർത്ഥയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ തന്നെ നന്നേ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. ഇതിനിടയിലാണ് ബാങ്ക് ലേല നടപടികൾ ആരംഭിച്ചത്. ഈ വീട് ശരിക്കും തേച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞിടയ്ക്ക് തേച്ച് പൊത്തുകളിൽ പാമ്പ് കയറിയിരിക്കും, പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ. അങ്ങനെ പേടിച്ചിട്ട് പെട്ടെന്ന് തേച്ചത്. അപ്പോൾ അതിൻ്റേതായ പൈസ അന്നേരം പോയില്ലേ. അതുവരെ നമ്മൾ തേക്കാത്ത മണ്ണ് ഈ തറ അടിച്ചുറപ്പിച്ച് ചാണകം തേച്ചിട്ട് അതിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പോലും ഇപ്പോഴേക്കും ഒരു 2 വർഷമായുള്ളൂ അതിൽ പോലും വെച്ചിട്ട്. 24 തീർത്ഥയുടെ കുടുംബത്തിന്റെ ദുരിതം പുറം ലോകമറിഞ്ഞു. ഇതോടെയാണ് മഞ്ചേശ്വരം MLA AK അഷ്റഫ് തീർത്ഥയ്ക്ക് ആശ്വാസവുമായി എത്തിയത്. ലോൺ ബാധ്യത ഏറ്റെടുത്ത അദ്ദേഹം ഒരാഴ്ചക്കകം വീടിന്റെ ആധാരം കുടുംബത്തിന് തിരിച്ചു നൽകുമെന്നും അറിയിച്ചു. വാർത്ത അറിഞ്ഞ ഉടനെ ബാങ്കിൻ്റെ മുഴുവൻ അവരുടെ ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു. ഏതായാലും നല്ലൊരു സങ്കട വാർത്തയാണ്. ഞാൻ അവർക്കിപ്പോൾ ഈ ഫാമിലിക്കും അവരോടും ബാങ്കുകാരോടും പറഞ്ഞത് ഈ ആഴ്ച കൊണ്ട് MLA നിലക്ക് അതിൻ്റെ സമ്പൂർണ്ണ ബാങ്കുമായിട്ട് അവരും ചെറിയൊരു ഇളവ് അനുവദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ആണെങ്കിലും ഒറ്റാഴ്ച കൊണ്ട് ആ ലോണ് ഞാൻ അവരെ തീർത്തു കൊടുക്കും. 3 ദിവസമായി നിലനിന്നിരുന്ന ആദിക്ക് പരിഹാരം കണ്ടതോടെ കുടുംബത്തിനും സന്തോഷമായി. ഇങ്ങനെ ഒരു ടെസ്റ്റ് പ്രതീക്ഷിച്ചതേ ഇല്ല. അത്ര വേഗം MLA ഒക്കെ ഇടപെടുമെന്നുള്ളത് ചിന്തിച്ചിട്ടേ ഇല്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുന്ന നടപടികളിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് എൻഡോസൾഫാൻ വിരുദ്ധ സമരസമിതിയും ആവശ്യപ്പെട്ടു. 3 ദിവസത്തെ ഉറക്കമില്ലാത്ത രാത്രികൾ. ഒടുവിൽ ആശ്വാസകിരണവുമായി MLA. തീർത്ഥയ്ക്കും കുടുംബത്തിനും ഇനി സുഖമായി അന്തിയുറങ്ങാം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. ഉച്ചയ്ക്ക് 1 മണി നമ്മുടെ വാർത്താമഴ സമയത്താണ് ഈ വാർത്ത അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ അവരുടെ വീട്ടിലെ അവസ്ഥ, ആ വീട് പുറമേ കാണുന്ന പോലെ അല്ല, അകത്തൊക്കെ അതിൻ്റെ ബാക്കി ജോലികളൊക്കെ ഇനിയുമുണ്ട്. ഈ വിഷയം വളരെ സജീവമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തു. തൊട്ടു പിന്നാലെയാണ് മഞ്ചേശ്വരം MLA AK അഷ്റഫ് ആ വീട്ടിലെത്തുകയും അവരുടെ ബാധ്യത ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. ഒരാഴ്ചത്തെ സമയമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിനിടയിൽ ഈ ആധാരം തിരിച്ചെടുത്ത് നൽകും എന്ന് MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ കുടുംബത്തിന് അത് വലിയ ആശ്വാസമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർ, അവർക്ക് സാമ്പത്തികമായും അവരുടെ ആരോഗ്യ ആ മേഖലയിലൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന, സമാനതകളില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗമാണ്. അവരോട് പ്രത്യേക പരിഗണന ഒക്കെ നൽകണമെന്ന് നിരന്തരമായുള്ള അഭ്യർത്ഥനകൾ വരാറുണ്ട്. അവരുടെ കടബാധ്യതകളുടെ കാര്യത്തിലൊക്കെ മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ വേണമെന്ന നിർദ്ദേശം ഉയർന്നു വരുന്നുണ്ട്. എൻഡോസൾഫാൻ സമരസമിതിയൊക്കെ അത് സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഇത്തരമൊരു ജപ്തി നോട്ടീസ് വന്നു. പക്ഷേ അതിൽ ഒരു ഇടപെടൽ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് AK അഷ്റഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് വലിയ ആശ്വാസമാണ്, വലിയ സന്തോഷമാണ്. ഏതായാലും അവരുടെ പ്രശ്നങ്ങൾക്ക് ആ നിലയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകും എന്നതാണ് ഒരു സന്തോഷം. അതിൽ